അപ്പോൾ ദൃശ്യം 3 സിനിമയിൽ ഈ പ്രാവശ്യമെങ്കിലും നമ്മുടെ ജോർജ് കുട്ടി പിടിക്കപ്പെടുവോ, അല്ലെങ്കിൽ തെളിവോടെ പോലീസ് പിടിക്കുമോ? കഴിഞ്ഞ ദിവസം ദൃശ്യം 2 ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാണ് ഈ ഒരു കാര്യം ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിയത്. ഇനിയും കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ കല്യാണപ്രായമായിട്ടുണ്ട്. വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥയൊക്കെ വേറെ ആയിരിക്കും. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. സത്യം പറഞ്ഞാൽ ദൃശ്യം സീരീസ് എൻഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും നല്ല മടുപ്പാണ് അല്ലേ? നമ്മുടെ ദൃശ്യം തന്നെ ചൈനീസിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ബട്ട് അതിൻ്റെ ക്ലൈമാക്സ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. കാരണം അതിൽ നമ്മുടെ നായകൻ പിടികൊടുക്കുന്നുണ്ട് അവസാനം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ബോധോദയം എനിക്കുണ്ടായി. ഈ ഒരു രീതിയിൽ നമ്മുടെ ജോർജ് കുട്ടിയും ദൃശ്യം 3 ഇങ്ങനെ പിടികൊടുക്കേണ്ടി വരുമോ? കാരണം ജോർജ് കുട്ടി പിടികൊടുത്തില്ല എങ്കിൽ പോലീസ് വീണ്ടും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഇതിനൊരു എൻഡിങ് കാണില്ല. അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. മേ ബി ദൃശ്യം 3 ഒരു എൻഡിങ് ആകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദൃശ്യം 2 എൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ബോഡി വരൻ്റെ അല്ല, മറ്റൊരു ബോഡിയാണ്. അവരുടെ ആണെന്നറിയത്തില്ല. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മിസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ജോസിൻ്റെ മൊഴി ഉള്ളതാണ്. ജോർജ് കുട്ടി അവിടെ പോയി കുഴിച്ചിട്ടത് അവൻ കണ്ടതാണെന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. ബട്ട് വരുണിൻ്റെ ബോഡി അല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു കേസിൽ. ബട്ട് ആ ഒരു സ്കെൽട്ടൻ്റെ കേസിൽ ജോർജ് കുട്ടിയുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ പറ്റില്ലേ? ഒരു പക്ഷേ ദൃശ്യം 3യുടെ തുടക്കം മേ ബി അങ്ങനെ ആയിരിക്കാം. ഓൾറെഡി ജോസിൻ്റെ മൊഴി അവിടെ ഉള്ളതാണല്ലോ. പോലീസുകാർക്ക് സ്വമേധയാ ഒരു കേസ് എടുക്കാനും സാധ്യതയുണ്ടല്ലോ. അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ സ്കെൽട്ടൻ എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ജോർജ് കുട്ടിയുടെ കാര്യം അവിടെ തീർന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്കെൽട്ടൻ പള്ളി സിമിറ്റേരിയിൽ നിന്നാണല്ലോ എടുത്തത്. ഈ അനാഥമായ ബോഡിയൊക്കെ അവിടെ എങ്ങനെയാണ് കുഴിച്ചിടാൻ പറ്റുമോ എനിക്കറിയില്ല. അപ്പോൾ അതിലൊരു ലോജിക്കൽ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മനഃപൂർവ്വം ഇട്ടതാണോ എന്ന് അറിയത്തില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സായികുമാറിൻ്റെ ക്യാരക്ടറില്ലേ, പുള്ളിയാണല്ലോ ഇവരോട് ഈ കഥയെല്ലാം പറഞ്ഞത്. ജോർജ് കുട്ടി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് എന്താണ് ഒരു ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. സായികുമാറിൻ്റെ ക്യാരക്ടറിനെ ഇങ്ങനെ ഇവരുടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നത് എന്തിനായാലും വേറൊരു കാര്യം മുന്നിൽ കണ്ടായിരിക്കാം. പിന്നെ പുള്ളി പറഞ്ഞ സ്റ്റോറിയിലുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പള്ളി സിമിറ്ററിയിൽ ഈ അനാഥൻ്റെ ബോഡി അടക്കുന്ന കാര്യം ഉൾപ്പെടെ അതൊക്കെ ഭയങ്കര ഒരു ലൂപ്പ് ഹോൾസ് ആയിട്ട് തോന്നുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിലെ മിസ്റ്റേക്കായിട്ട് പല വീഡിയോസിലും എടുത്തു പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെയാണ്. ദൃശ്യം 3 എൻഡിങ്ങിൽ മേ ബി ജോർജ് കുട്ടി പിടികൊടുക്കുന്നതായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ സ്വയം കുറ്റം ഏറ്റെടുത്ത് ഫാമിലിയെ സേഫാക്കി തന്നെ ആയിരിക്കാം ജോർജ് കുട്ടിയുടെ തുറന്നു പറച്ചിൽ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജോർജ് കുട്ടിയെ കൊണ്ട് എത്ര നാൾ വേണേലും ഇത് മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റും. ബട്ട് അങ്ങനെ ആയിരിക്കില്ല ഇപ്പോഴുള്ള പുള്ളിയുടെ ഫാമിലി. ആ ഇളയ മോളാണേൽ കൂട്ടുകാരൻ്റെ ഡീറ്റെയിൽസ് വരെ കാണിച്ചു കൊടുക്കുന്ന അവസ്ഥ വരെ വന്നു. എനിക്കുറപ്പാണ് 3 ആ ഒരു കുരുപ്പിൻ്റെ കയ്യിൽ നിന്ന് എന്തേലും വീണ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാമിലിയെ സേഫാക്കാൻ വേണ്ടി ജോർജ് കുട്ടി പിടികൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മൂത്ത മോളുടെ കല്യാണ കാര്യമൊക്കെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ റിസ്ക് കൂടത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജോർജ് കുട്ടി ഇപ്രാവശ്യം പിടികൊടുക്കുമോ അല്ലെങ്കിൽ പിടിക്കപ്പെടുമോ? കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.